CPM വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും കാര്യങ്ങൾ അത്ര വ്യത്യാസമൊന്നുമല്ല. അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയരുന്നത്. പലപ്പോഴും ഈ സന്ദേശം സിനിമയിലെ സാഹചര്യങ്ങളുമായൊക്കെ ചേർത്ത് വായിക്കുന്ന തരത്തിലുള്ള സന്ദർഭങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ സാധാരണക്കാരെയും അണികളെയുമൊക്കെ പരാജയത്തിൻ്റെ കാരണങ്ങൾ ബോധിപ്പിക്കാൻ കഴിയും വിധം സംഘടനാ രംഗത്ത് അഴിച്ചുപണി നടത്തേണ്ടതുണ്ട് എന്നാണ് വിമർശനം പ്രധാനമായും ഉയരുന്നത്. എം രാഗേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. രാഗേഷ്, എന്തൊക്കെ അന്തർധാരകളാണ്? തോൽവിക്ക് പല കാരണങ്ങളൊക്കെ നിരത്തി വെക്കാമെങ്കിൽ കൂടിയും എന്തുകൊണ്ട് തോറ്റു എന്ന് ഈ പാർട്ടി ക്ലാസ്സുകളിലൊന്നും പോകാത്ത സാധാരണക്കായ ഇടതുപക്ഷ അനുഭവമുള്ള ആളുകളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ബാധ്യത ഈ ഘട്ടത്തിൽ CPM-നുണ്ട്. തീർച്ചയായും സ്വപ്ന, CPM-ന് മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഈ കാര്യമാണ്. കാരണം സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച്, അണികളെ സംബന്ധിച്ച് ഈ തോൽവിക്ക് കൃത്യമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേതൃത്വം രൂക്ഷമായ വിമർശനങ്ങളാൽ ഇപ്പോൾ വലയുന്ന കാഴ്ച തന്നെയാണ് എവിടെയും കാണാനാകുന്നത്. കാരണം അണികളിൽ അടക്കി വെച്ചിരുന്ന നേതൃത്വത്തോടുള്ള വിവിധ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ, അല്ലെങ്കിൽ പാർട്ടിയുടെ പോക്കിലെ വിയോജിപ്പുകൾ, ഇതെല്ലാം തന്നെ രേഖപ്പെടുത്താൻ കിട്ടുന്ന അവസരമായിട്ടാണ് ഈ തോൽവിയെ പാർട്ടി ഇനിയും ഭാവിയിൽ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകരും അണികളും ഉൾപ്പെടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ മേൽഘടകത്തിൽ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യവും നിലവിലുണ്ട്. നമുക്കറിയാം, വയനാട് ഉരുൾപൊട്ടൽ പോലുള്ള വലിയ ദുരന്തം സംഭവിച്ച ഇടത്ത് കൃത്യമായി തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. സർക്കാരിൻ്റെ ഇടപെടൽ, ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിയില്ല. നേരെ മറിച്ച് നേതൃത്വത്തിൻ്റെ ചില പിടിപ്പുകേടുകൾ, CPM സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രൂപത്തിലുള്ള MV ഗോവിന്ദൻ്റെ ഇടപെടൽ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ തുടങ്ങിയ പാർട്ടിക്ക് എതിരായ നിരവധി ഘടകങ്ങളാണ് ഇത്തരം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചയാകുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇതേപോലുള്ള യോഗങ്ങൾ, ഈ നേതൃയോഗങ്ങൾക്ക് ശേഷം താഴെ ഘടകങ്ങൾ കൂടെ കേട്ടുകൊണ്ടായിരിക്കും പാർട്ടി മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സ്വപ്ന. ഏതായാലും ഇതിന് ശേഷമായിരിക്കും CPM സംഘടനാ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക. വലിയ രീതിയിലുള്ള ഒരു മുറവിളി തന്നെയാണ് ഈ നേതൃത്വം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ തലപ്പത്ത് നിന്ന് മാറി പുതിയ നേതാക്കളിലേക്ക്, രണ്ടാം നിര നേതാക്കളിലേക്ക് ഒക്കെ മാറേണ്ട കാലം അതിക്രമിച്ചുവെന്ന CPM-ൽ തന്നെ വലിയൊരു വിഭാഗം മുറവിളി കൂട്ടുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ അണികളിലൂടെയൊക്കെ, നേതാക്കളൊക്കെ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അണികളൊക്കെ തിരുത്താൻ സജ്ജമാണ് എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്.